കൃഷ്ണ, നോക്കൂ, നമ്മുടെ പട്ടം എത്ര ഉയരത്തിലാണ് പറക്കുന്നത്. മേഘങ്ങളെ തൊടുമെന്ന് തോന്നുന്നു. അതെ അർജുന, അത് കാറ്റിനോട് മല്ലിട്ട് ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. പക്ഷെ കൃഷ്ണ, ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. ആ താഴെയുള്ള നൂല് ആ പട്ടത്തെ തളച്ചിട്ടിരിക്കുകയല്ലേ? അല്ല അർജുന, ആ നൂല് അതിനെ ഉയരത്തിൽ പറക്കാൻ സഹായിക്കുകയാണ്. ആ നൂലൊന്ന് പൊട്ടിച്ചു വിട്ടാൽ പട്ടത്തിന് ഇതിലും ഉയരത്തിൽ ആകാശം മുഴുവൻ ചുറ്റി പറക്കായിരുന്നില്ലേ? ഈ നൂലല്ലേ അതിനെ തടഞ്ഞു നിർത്തുന്നത്? നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ അർജുന? എങ്കിൽ അങ്ങനെ ചെയ്തു നോക്കാം. അർജുനൻ ആവേശത്തോടെ നൂൽ പൊട്ടിക്കുന്നു. ഒരു നിമിഷം പട്ടം സ്വതന്ത്രമായതുപോലെ മുകളിലേക്കൊന്ന് പൊങ്ങി. എന്നാൽ തൊട്ടടുത്ത നിമിഷം നിയന്ത്രണം നഷ്ടപ്പെട്ട് അത് വട്ടം കറങ്ങി താഴേക്ക് വീഴാൻ തുടങ്ങി. ഇതെന്താണ് കൃഷ്ണ ഇങ്ങനെ സംഭവിച്ചത്? കൂടുതൽ ഉയരത്തിൽ പോകേണ്ട പട്ടം എന്താണ് നിലംപതിച്ചത്? അർജുന, ജീവിതത്തിലെ വലിയൊരു സത്യം ആ പട്ടം നിനക്ക് കാണിച്ചു തന്നു. ആ നൂൽ പട്ടത്തെ തളച്ചിടുകയായിരുന്നില്ല, മറിച്ച് അതിനെ ഉയരത്തിൽ നിർത്താനുള്ള പിന്തുണ നൽകുകയായിരുന്നു. കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് പട്ടത്തെ നിയന്ത്രിക്കാനും സ്ഥിരത നൽകാനും ആ നൂൽ വേണമായിരുന്നു. നൂലറ്റപ്പോൾ അത് സ്വതന്ത്രമായതല്ല, മറിച്ച് അതിന് ലക്ഷ്യവും നിയന്ത്രണവും നഷ്ടപ്പെട്ടതാണ്. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ചിലപ്പോൾ നമ്മുടെ കുടുംബം, സ്നേഹബന്ധങ്ങൾ, ഗുരുക്കന്മാർ, ധർമ്മം, അച്ചടക്കം എന്നിവ നമ്മെ ബന്ധിക്കുന്ന ചങ്ങലകളാണെന്ന് നമുക്ക് തോന്നും. അവയില്ലാതെ പറന്നാൽ കൂടുതൽ ഉയരത്തിലെത്താമെന്ന് നമ്മൾ കരുതും. എന്നാൽ ഓർക്കുക, ആ അദൃശ്യ നൂലുകളാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. ആ നൂലുകൾ ഇല്ലാതാകുന്ന ദിവസം നമ്മൾ ഉയരുകയല്ല, മറിച്ച് നിയന്ത്രണമില്ലാതെ തകർന്നു വീഴുകയാണ് ചെയ്യുക. ബന്ധനങ്ങളല്ല, ശരിയായ ബന്ധങ്ങളാണ് നമ്മെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്.